അതായത് പരീക്ഷ എത്ര കുട്ടികൾ എഴുതിയോ അത്രയും കുട്ടികളും ജയിച്ചു, ഒരാൾ പോലും തോറ്റില്ല. അതെ, ഇപ്പം ജെറിൻ പറഞ്ഞതുപോലെ ഏറ്റവും നഴ്സിംഗിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം ആണ് എൻക്ലെക്സ് ആർ എന്ന് പറയുന്ന എക്സാം. നമ്മൾ എവിടെ എൻക്ലെക്സ് ആർ പഠിക്കുവാണെങ്കിലും ചിലപ്പോൾ അവർ യൂസ് ചെയ്യുന്നത് യു വേൾഡ് പോലെ അല്ലെങ്കിൽ ആർച്ച് റിവ്യൂ പോലെ കെപ്ലാൻ സോണ്ടേഴ്സ് പോലെയുള്ള ഏതെങ്കിലും ഒക്കെ ടെക്സ്റ്റുകളായിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ എന്തുകൊണ്ടാണോ ഈ എൻക്ലെക്സ് ആർ എക്സാം വളരെ ടഫാണ് എന്നുള്ളൊരു സാധനം വരുന്നത്? ശരി, യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ എക്സാം വളരെ പ്രയാസമുള്ള എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 4 years എടുത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം വളരെ ഒരു ഷോർട്ട് പീരീഡിൽ ഒന്ന് റിവൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണ് എൻക്ലെക്സ് ആറിന് എപ്പോഴും പ്രിഫർ ചെയ്യണത്. കാര്യം അവർ വർക്ക് ചെയ്തുകൊണ്ട് അവർ അതിൽ നിന്നൊക്കെ വിട്ട് മാറി വന്ന് അതിനുവേണ്ടി ടൈം അലോട്ട് ചെയ്യാതെ അവരുടെ റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ കൂടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനാണ് മെയിനായിട്ടും എൻക്ലെക്സ് ആറിന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് ഫ്ലെക്സിബിൾ ടൈമിങ്ങിന് വേണ്ടി. ഹായ് ഓൾ, നേഴ്സിംഗ് ലൈസൻഷ്യൽ എക്സാംസിൽ വളരെ പ്രധാനപ്പെട്ട എക്സാമാണ് എൻക്ലെക്സ് ആർ. ഇന്ന് കേരളത്തിലുടനീളം പല കോച്ചിങ് സെന്റേഴ്സും എൻക്ലെക്സ് ആറിന് വേണ്ട കോച്ചിങ് കൊടുക്കുന്നു. നീതൂസ് അക്കാഡമിയിലേക്ക് വരുമ്പോൾ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടൊരു വിദ്യാർത്ഥി നീതൂസ് അക്കാഡമിയിലേക്ക് വരണം എൻക്ലെക്സ് ആറിന് കോച്ചിങ്ങിന് വേണ്ടി? ഇപ്പം ജെറിൻ പറഞ്ഞതുപോലെ ഏറ്റവും നഴ്സിംഗിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം ആണ് എൻക്ലെക്സ് ആർ എന്ന് പറയുന്ന എക്സാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എൻക്ലെക്സ് ആറിന് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം ഒരുപാട് കൺസേൺസ് ഉണ്ടാവും സ്റ്റുഡൻസിന്. ഇത് എങ്ങനെ പഠിക്കണം, ഇത് അവരെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഏതൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരുപാട് ടെക്സ്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഒരുപാട് പോർട്ടൽസ് അവൈലബിൾ ആണ്. അപ്പോൾ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം നോക്കിയാണ് ഒരു സ്റ്റുഡൻറ്റ് വരുന്നതെങ്കിൽ അവർ ആ ഒരു റീസൺ കൊണ്ടാണ് മിക്കവാറും നീതൂസിലോട്ട് എത്തുക. നീതൂസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം പറയേണ്ടത് നീതൂസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് അല്ലെങ്കിൽ പോർട്ടൽ തന്നെയാണ്. നമ്മൾ എവിടെ എൻക്ലെക്സ് ആർ പഠിക്കുവാണെങ്കിലും ചിലപ്പോൾ അവർ യൂസ് ചെയ്യുന്നത് യു വേൾഡ് പോലെ അല്ലെങ്കിൽ ആർച്ച് റിവ്യൂ പോലെ കെപ്ലാൻ സോണ്ടേഴ്സ് പോലെയുള്ള ഏതെങ്കിലും ഒക്കെ ടെക്സ്റ്റുകളായിരിക്കും. പക്ഷെ നീതൂസിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കംപ്ലീറ്റ് സിലബസുകൾ ബേസ് ചെയ്തിരിക്കുന്ന എല്ലാ ടെക്സ്റ്റുകളും എല്ലാ പോർട്ടൽസും ഒരുപോലെ കൺസിഡർ ചെയ്ത് എല്ലാത്തിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്താണ് നീതൂസിൻ്റെ പോർട്ടൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ എന്തുകൊണ്ടാണോ ഈ എൻക്ലെക്സ് ആർ എക്സാം വളരെ ടഫാണ് എന്നുള്ളൊരു സാധനം വരുന്നത്? ശരി, യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ എക്സാം വളരെ പ്രയാസമുള്ള എക്സാമാണോ? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 4 years അല്ലെങ്കിൽ ഒരു 3.5 years കൊണ്ട് നമ്മൾ പഠിക്കുന്ന ആ ഒരു കംപ്ലീറ്റ് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എൻക്ലെക്സ് ആർ എന്ന് പറയുന്ന ലൈസൻഷ്യർ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 4 years എടുത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം വളരെ ഒരു ഷോർട്ട് പീരീഡിൽ ഒന്ന് റിവൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരു തിയറി ബേസ്, നമ്മുടെ ഒരു തിയറിയുടെ ബേസ് വളരെ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് അത് റിലേറ്റ് ചെയ്ത് തന്നെ ഈ വരുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനും നമുക്കത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു 4 വർഷത്തെ കാര്യങ്ങൾ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ സ്റ്റുഡൻസിലോട്ട് എത്തിക്കണം. അതുകൂടാതെ അത് മാത്രം പോരാ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റും ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് കറക്റ്റായിട്ട് ആ ആൻസേഴ്സിലോട്ട് എത്തുക എന്നതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി. എനിക്ക് പബ്ലിക്കിന് ഇപ്പോൾ ഈ വളരെ അത്ര പരിചയമൊന്നും ഇല്ലാത്തൊരു പേരാണ് എൻക്ലെക്സ് ആർ എന്ന് പറയുന്നത്. പലർക്കും എന്താണ് അങ്ങനെ എക്സാം ഉണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവാണ് ഈ പറഞ്ഞത്. യഥാർത്ഥത്തിൽ നിങ്ങൾ 4 വർഷം പഠിക്കുന്ന ആ ഒരു നഴ്സിംഗ് സ്റ്റഡിയുടെ ഒരു ക്യാപ്സ്യൂൾ രൂപമാണ് ഈ എൻക്ലെക്സ് ആർ എന്ന് പറഞ്ഞ എക്സാം. തീർച്ചയായിട്ടും നഴ്സിംഗ് സിലബസിന്റെ ടോട്ടൽ നഴ്സിംഗ് സിലബസിനെ ബേസ് ചെയ്ത് മാത്രമാണ് എൻക്ലെക്സ് ആറിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇപ്പം മാമിപ്പോൾ പറയുന്നു എൻക്ലെക്സ് ആറിന് ഇത് വളരെ പ്രയാസമുള്ള ഇങ്ങനെ ഒരു എക്സാം ആണെന്ന് പറയുമ്പോൾ എനിക്ക് അതിനോട് കൂട്ടി ചോദിക്കാനുള്ളൊരു ചോദ്യം, നീതൂസ് അക്കാഡമിയുടെ എൻക്ലെക്സ് ആറിനുള്ള സക്സസ് റേറ്റ് എത്രയാണ്? അതായത് പരീക്ഷ എഴുതിയ കുട്ടികളിൽ എത്ര പേര് ജയിക്കുന്നു, എത്ര പേര് തോൽക്കുന്നു? ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു എന്താ പറയുക, നമ്മുടെ നോളജും നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു അതനുസരിച്ച് തന്നെ റിസൾട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് 100% കോൺഫിഡൻസോട് കൂടി എനിക്ക് പറയാൻ പറ്റും 100% റിസൾട്ടിലാണ് നീതൂസ് അക്കാഡമി എൻക്ലെക്സ് ആറിൽ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പരീക്ഷ എത്ര കുട്ടികൾ എഴുതിയോ അത്രയും കുട്ടികളും ജയിച്ചു, ഒരാൾ പോലും തോറ്റില്ല. അതെ, കോൺഫിഡൻസോട് കൂടി അത് പറയാൻ പറ്റും. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു എൻക്ലെക്സ് ആറിൻ ട്രെയിനിങ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 4 to 5 months എടുത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി ക്ലാസ്സസ്, ആ ഒരു തിയറി ക്ലാസ്സസ് കൂടാതെ ഇപ്പം നമ്മൾ ഒരു മൺഡേ ടു ഫ്രൈഡേ നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സസിൻ്റെ എല്ലാ ടോപ്പിക്കുകളും റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവർക്ക് പോർട്ടൽ ആക്സസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോർട്ടലിൽ അവർ ഡെയിലി ബേസിസിൽ എടുക്കുന്ന ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകുന്നു. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ടഫായിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 4 to 5 months എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓരോ ദിവസവും നമ്മൾ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ നമ്മുടെ പോർട്ടലിൽ കയറി ചെയ്താണ് മുന്നോട്ട് പോവുക. അപ്പോൾ ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ വരെ നമ്മൾ കൊടുക്കുന്ന കവർ ചെയ്യുന്ന എല്ലാ ടോപ്പിക്കിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് എക്സാം എവറി സാറ്റർഡേ നമ്മൾ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഒരു 1 week ഫിനിഷ് ചെയ്യുന്നതോടുകൂടി ആ ഒരു വീക്ക് പഠിപ്പിച്ച കംപ്ലീറ്റ് ടോപ്പിക്കുകൾ അവർ തെറോ ആയിട്ട് അവർ പഠിച്ചിട്ടുണ്ടാവും. അതുകൂടാതെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് അവർ കവർ ചെയ്തിട്ടുണ്ടാവും. പ്രോപ്പർ ആയിട്ടുള്ളൊരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന എൻക്ലെക്സ് ആറിൻ്റെ എക്സാമിൻ്റെതായ ബുദ്ധിമുട്ടുകളെ
100% ഓവർകം ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. കാര്യം അത് ഇത്ര അധികം നഴ്സസ് ഇങ്ങനെ ഒരു എക്സാം പാസ്, അതുമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ലൈഫ് ലോങ് വാലിഡിറ്റി ആണ് ഈ ഒരു എക്സാമിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൺസ് ഇത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിങ് അവിടെ കഴിഞ്ഞു. ഇപ്പം ഒരു എൻക്ലെക്സ് കഴിയുന്ന ഒരു കുട്ടിക്ക് ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് US, അതുപോലെ തന്നെ കാനഡ, അതുപോലെ ഓസ്ട്രേലിയ പോലെയുള്ള കൺട്രികളിൽ ഒരു രജിസ്റ്റർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേറെ റിക്വയർമെന്റ്സ് ഒത്തിരി ഉണ്ട്. അതെല്ലാം ലാംഗ്വേജ് റിക്വയർമെന്റ്സും പ്രോസസ്സിങ്ങിൻ്റെ ഒക്കെ പാർട്ടാണ്. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു കമ്പൽസറി ആയിട്ടും എൻക്ലെക്സ് ആറും പാസ്സായിട്ടുണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്യണം, അതായത് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ 3 കൺട്രീസ് ആണോ ഇതിന് പറ്റുക? അതെ. അപ്പം എൻക്ലെക്സ് പാസ്സാവുന്ന ഒരു കുട്ടിക്ക് കാനഡയിൽ രജിസ്റ്റർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാം, US വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും വർക്ക് ചെയ്യാം. ഇപ്പോൾ ഇൻ കേസ് ഒരാൾക്ക് കാനഡയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എൻക്ലെക്സ് ആറിന് അറ്റൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ അയാൾക്ക് അവിടെ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, ഇതിലേതൊരു കൺട്രിയിലേക്ക്? തീർച്ചയായിട്ടും ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓരോ സ്ഥലങ്ങളിലുമുള്ള റെഗുലേറ്ററി ബോഡീസിന്റെ അവരുടെ ഡിസിഷൻ അനുസരിച്ചായിരിക്കും ആ ടെസ്റ്റിന്റെ ഡേറ്റ് എടുക്കുന്നു, അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും നടക്കും. അതിൽ ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാവും, മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു കൺട്രിയുടെ എൻക്ലെക്സ് ആറും ക്ലിയർ ചെയ്ത ഒരാൾക്ക് തീർച്ചയായിട്ടും വേറൊരു കൺട്രിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മാം, അപ്പോൾ ഇവിടെ നമ്മുടെ നീതൂസ് കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് നടന്നു പോകുന്നത്? ഓക്കെ, എൻക്ലെക്സ് ആറും നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഓൾറെഡി ഒരു 4 to 5 months എടുത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, കൂടുതൽ ആളുകളും വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിരിക്കും, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണ് എൻക്ലെക്സ് ആറിന് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. കാര്യം അവർ വർക്ക് ചെയ്തുകൊണ്ട് അവർ അതിൽ നിന്നൊക്കെ വിട്ട് മാറി വന്ന് അതിനുവേണ്ടി ടൈം അലോട്ട് ചെയ്യാതെ അവരുടെ റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ കൂടെ പഠിക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനാണ് മെയിനായിട്ടും എൻക്ലെക്സ് ആറിന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് ഫ്ലെക്സിബിൾ ടൈമിങ്ങിന് വേണ്ടി. എക്സാക്ട്ലി, അവരുടെ ഫ്ലെക്സിബിൾ ടൈമിങ്ങിൽ, അതായത് ഒരു ദിവസം 4 ടൈമിങ്ങിലാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക. അതിപ്പം ഇന്ത്യയിൽ നിന്ന് പഠിക്കുന്ന സ്റ്റുഡൻസും വെളിയിൽ നിന്ന് പഠിക്കുന്ന സ്റ്റുഡൻസും എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള 4 ടൈമിങ്ങിലാണ് എൻക്ലെക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സൂം പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പം സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സൂം കംപ്ലീറ്റ് ആയിട്ട് മ്യൂട്ട് ചെയ്തിട്ട് അവർക്കൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണോ, അവർക്ക് അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡൗട്ട് തോന്നാം. പക്ഷേ നീതൂസിൻ്റെ ക്ലാസ്സസ് ലൈവ് ആയിട്ടുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസ് ആണ്. നമ്മൾ ഫ്ലെക്സിബിൾ ടൈമിങ്ങിലാണ് അവരിലോട്ട് എത്തുന്നത്. അവർക്ക് എപ്പോൾ അറ്റൻഡ് ചെയ്യണോ, ഈ 4 ടൈമിങ്ങിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. പിന്നെ ഓരോ സെഷൻസും കഴിഞ്ഞിട്ട് ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ അവർക്ക് ആ ഒരു ദിവസം എടുത്ത ടോപ്പിക്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർക്ക് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ദിവസവും അതാത് ദിവസത്തെ കാര്യങ്ങൾ അതാത് ദിവസം ക്ലിയർ ചെയ്ത് അവരെ പഠിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ആ ക്ലാസ്സുകൾ അവസാനിക്കുക. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഫുൾ വീക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ സാറ്റർഡേ ആകുമ്പോൾ നമ്മൾ മോക്ക് കൂടെ കണ്ടക്ട് ചെയ്യുന്നതോടുകൂടി ആ ഒരു വീക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ബേർഡൻ ആയിട്ട് തോന്നും. അല്ലെങ്കിൽ ഈ 4.5 വർഷത്തെ ടോപ്പിക്ക്, അല്ലെങ്കിൽ 4 വർഷം 3.5 വർഷത്തെ ടോപ്പിക്ക് ഇത് എങ്ങനെ പഠിച്ചു തരും എന്നൊരു കൺസേൺസിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്താണ് തിയറി പോവുക. ആ തിയറീനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ പ്രാക്ടീസിന് കൊടുക്കുന്നുണ്ട്. UWorld ആണെങ്കിലും ഹച്ച് റിവ്യൂ ആണെങ്കിലും ആർച്ച് റിവ്യൂ ആണെങ്കിലും ഒക്കെ. അപ്പം ആ ഒരു രീതിയിലാണ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്ത് പോകുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ, ഒരു സിലബസിൻ്റെ ബേസിസിൽ പോകുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ 100% എന്നൊക്കെ പറഞ്ഞ റിസൾട്ട് പോസിബിൾ ആവുക. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഒരു ഈസി ആയിട്ടെന്ന് പറയുമ്പോൾ അത് ഈസി ആണ്. അത് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അവരിലോട്ട് എത്തിക്കുമ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി അത് അവർക്ക് ഈസി ആയിട്ട് തോന്നും ആ ഒരു ജേർണി. പിന്നെ ഈ പറഞ്ഞ ഒരു കാര്യമാണ്, ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പലരും ഓൾറെഡി വർക്കിംഗ് ആയിരിക്കും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അവർക്ക് കംഫർട്ടബിൾ ടൈം ഒഴുക്കിയെടുക്കുക. ചിലപ്പോൾ നമ്മൾ സാധാരണ കൂടുതൽ പഠിപ്പിക്കുന്നതിലാവില്ല, അത് കുറച്ചും കൂടി എഫർട്ട് ഇട്ട് അവരെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മളിപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ആ ഒരു ഇന്നിപ്പോൾ പഠിപ്പിച്ച ഒരു ടോപ്പിക്കിനെ ഡെഫിനറ്റ്ലി നാളത്തെ ദിവസം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പഠിപ്പിച്ച ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു, നാളെ പുതിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് അവർ പഠിച്ച് കഴിഞ്ഞു, പക്ഷെ നമ്മളത് മേക്ക് ഷുവർ ചെയ്യണം ഇവർ പഠിച്ചിട്ടുണ്ടോ, എന്നാൽ മാത്രമാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. അത് ഒരു ദിവസം പഠിപ്പിക്കുന്നത് പൂർണ്ണമായി അത് ഉൾക്കൊള്ളാൻ പറ്റിയാൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകാൻ അടുത്ത ലെവലിലോട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഒരു സിസ്റ്റം ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻഡോക്രൈൻ അല്ലെങ്കിൽ ഒരു CVS എന്ന് പറയുന്ന ഒരു സിസ്റ്റം എടുക്കുമ്പോൾ അതിൻ്റെ ഓരോ സിസ്റ്റംസും അതിൻ്റെ അനാട്ടമി, അതിൻ്റെ ഫിസിയോളജി, എന്താ പറയുക പാത്തോഫിസിയോളജി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഓരോ ടോപ്പിക്കിലും ക്ലിയർ ആയിട്ട് പോകുമ്പോഴാണ് ആ ഒരു സ്റ്റുഡൻറ്റിന് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണോ? അതെ, എൻക്ലെക്സ് ആർ എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ് അനുസരിച്ചാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് അതിലോട്ട് നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഡെപ്ത് നോളജ് അസസ് ചെയ്യുന്ന ഒരു എക്സാം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് നമ്മുടെ നോളജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കണമെന്ന്. അല്ലാതെ ഒരുപാട് എന്താ പറയുക ഒരുപാട് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ആൻസേഴ്സ്
കിട്ടും. പക്ഷെ നമ്മുടെ ഒരു ബേസിക് നോളജ്, അത്ര ഇൻഡെപ്ത് നോളജ് നമുക്ക് അതിനകത്ത് ഇല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ വേറൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കത് അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എപ്പോഴും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ ആ പഠിക്കുന്ന നമ്മുടെ ടോപ്പിക്കുകളിലുള്ള നമ്മുടെ നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിലേറ്റ് ചെയ്ത് ആ ഒരു ആൻസേഴ്സിലോട്ട് എത്തുന്ന കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം ബേസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് തിയറി പ്ലസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പ്ലസ് പോർട്ടൽ പ്ലസ് മൂക്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നീതു മാം എടുക്കുന്ന എൻഗ്ലസ് സാറിൻ്റെ ക്ലാസ്സസ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി പുറത്തേക്ക് പോകുന്ന ക്ലാസ്സസ്, അതിൻ്റെ ഒരു പാറ്റേൺ ബോർഡ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഒരു എന്താണോ പഠിപ്പിക്കുന്ന ആ ടോപ്പിക്കിനെ കുറിച്ച് വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിന് ഓർത്തിരിക്കേണ്ട കോഡുകളെ കുറിച്ച് പറയുന്നു, വളരെ എലാബറേറ്റഡ് ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ ടോപ്പിക്കോട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, ദെൻ ആ ക്വസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഇതാണ് ഇവൻ നമ്മുടെ ഡിജിറ്റൽ ക്ലാസ്സുകളിൽ പോലും നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ ആ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്താലാണ് അത് വളരെ ക്ലിയർ ആയിട്ട് ആളുകൾക്ക് അത് മനസ്സിലാവും. ആ ഒരു കോർ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് അവർക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ മാം, ഇപ്പം നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻ ബാങ്ക്, യൂസിൻ്റെതായ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക്, അതിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നില്ല? അതൊരു ഓൾമോസ്റ്റ് 5000 ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിലുള്ളത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ ഓരോ സിസ്റ്റം കഴിയുമ്പോഴും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താണ് ഓരോ ദിവസവും കുട്ടികൾ പോകുന്നത്. അത് ചെയ്തോ എന്നുള്ളത് കൃത്യമായിട്ട് മേക്ക് ഷുവർ ചെയ്താണ് പോകുന്നത്. ഓരോ സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ് കൗൺസിലർ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ് കൗൺസിലർ അത് മേക്ക് ഷുവർ ചെയ്താൽ പോകുന്നത്. ആ ഒരു പോർട്ടലിലെ ക്വസ്റ്റ്യൻസ് ഇവർ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണ്, അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ, ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ മോണിറ്റർ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കാരണവശാലും അത് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ കോഴ്സസിനും ഉള്ള പോലെ തന്നെ ഒരു ഇൻഡിവിജ്വലായിട്ടൊരു ഒരു അഡ്മിൻ എന്ന് പറഞ്ഞ ഒരാളെ ഈ സ്റ്റുഡൻസിനെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്ത് ഈ ക്ലാസ്സിനെ കുറിച്ച് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതല്ല തീർച്ചയായിട്ടും. അതിപ്പോൾ നമ്മൾ ഏതൊരു കോഴ്സും ഓൺലൈനിൽ ചെയ്യുമ്പോഴത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളാണെങ്കിലും ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചോ ചെയ്തോ എന്ന് ഒരാൾ അത് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മളത് ഫോഴ്സ്ഫുള്ളി നമ്മൾ അതിലോട്ട് എത്തുവാണ്. അല്ലെങ്കിൽ ആരും അന്വേഷിച്ചില്ലെങ്കിൽ നമ്മൾ ബിസി ആയിട്ട് പോകുന്ന ടൈമിൽ നമ്മൾ പലപ്പോഴും ഇത് സ്കിപ്പായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു തരത്തിൽ നമ്മളെ നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ, നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമ്മളോട് ട്രസ്റ്റ് ചെയ്ത് അവർ നമുക്കൊണ്ട് ടൈമും മണിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വരികയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കടമ കൂടിയാണ് അവരോട്, ഒരു ഡ്യൂട്ടിയാണ് നമ്മുടെ ഭാഗത്ത്. തീർച്ചയായിട്ടും. സോ നമ്മുടെ എൻഗ്ലസ് സാറും ക്ലാസ്സസിനെ കുറിച്ച് പറയുമ്പോൾ പല രീതികളാണ് ആളുകൾക്ക്. നമുക്ക് പരസ്യം ചെയ്യാൻ കഴിയും, പ്രൊമോഷൻസ് ചെയ്യാൻ കഴിയും. ബട്ട് അറ്റ് ദി എൻഡ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കുമ്പോൾ റിസൾട്ട് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് തന്നെയാണ് പറഞ്ഞത്. 100% റിസൾട്ടുള്ളൊരു സ്ഥാപനമാണ് എൻഗ്ലസ് സാറിൻ്റെ കാര്യത്തിൽ ന്യൂസ് അക്കാഡമി. സോ എൻഗ്ലസ് സാർ എന്ന് മാത്രമല്ല, ന്യൂസ് അക്കാഡമിയുടെ ക്യാപ്ഷൻ ഒരു സുപ്രഭാതത്തിൽ വെറുതെ ഉണ്ടായതല്ല, അത് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്. എൻഗ്ലസ് സാറിന് പഠിക്കാൻ കാത്തു നിൽക്കുന്ന ഓരോ കുട്ടിയോടും ഞങ്ങൾക്കതാണ് പറയാനുള്ളത്. എത്ര കുട്ടികളോട് എൻഗ്ലസ് സാറിന് എഴുതിയിട്ടുണ്ടോ അത്രയും കുട്ടികളും വിജയിച്ചിട്ടുണ്ട്. സോ നിങ്ങളെ ന്യൂസ് അക്കാദമി കാത്തിരിക്കുകയാണ്. സോ എൻഗ്ലസ് സാറിനാണ് നിങ്ങളുടെ അടുത്ത ലക്ഷ്യമെങ്കിൽ ധൈര്യമായിട്ട് പോരെ, ഞങ്ങളുണ്ട് കൂടെ. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. NITUS Academy, India's #1 language academy.